നമസ്കാരം. സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച താൽക്കാലിക വൈദ്യുതി നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് KCB വ്യക്തമാക്കി. പവർ എക്സ്ചേഞ്ചിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യതയിലുണ്ടായ കനത്ത കുറവാണ് നിയന്ത്രണം നീട്ടാൻ ബോർഡിനെ നിർബന്ധിതമാക്കിയത്. മുൻപ് പ്രഖ്യാപിച്ചതനുസരിച്ച് ഇന്നലെയോടെ നിയന്ത്രണങ്ങൾ അവസാനിക്കേണ്ടിയിരുന്നു. എന്നാൽ കാലവർഷം കനക്കാത്തതും ആഭ്യന്തര ഉൽപ്പാദനം കുത്തനെ ഇടിഞ്ഞതും മൂലം പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാവുകയായിരുന്നു. സംസ്ഥാനം നിലവിൽ ഗുരുതരമായ ഊർജ്ജ പ്രതിസന്ധിയെയാണ് നേരിടുന്നതെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ സമാനമായ രീതിയിൽ കടുത്ത വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. പ്രതിസന്ധി പരിഹരിക്കാൻ ഉയർന്ന വില നൽകി പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നും പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാരും KCBയും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ വൈദ്യുതി മേഖല പൂർണ്ണമായും ആശ്രയിച്ചു നിൽക്കുന്നത് ജലവൈദ്യുത പദ്ധതികളെയാണ്. എന്നാൽ ഇത്തവണ മഴയിലുണ്ടായ വൻ കുറവ് ഡാമുകളിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ താഴ്ത്തി. മഴ കുറഞ്ഞതോടെ ആഭ്യന്തര ഉൽപ്പാദനം വലിയ തോതിൽ ഇടിഞ്ഞു. മറുവശത്ത് അന്തരീക്ഷ താപനില ഉയർന്നു തന്നെ നിൽക്കുന്നതിനാൽ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുകയാണ്. ഉൽപ്പാദനം കുറയുകയും ഉപയോഗം വർദ്ധിക്കുകയും ചെയ്തതോടെ ഉണ്ടായ വലിയ വിടവ് നികത്താൻ KCBക്ക് നിലവിൽ സാധിക്കുന്നില്ല. കഴിഞ്ഞ 4-5 ദിവസമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നത് ഈ സാഹചര്യത്തിലാണ്. ദേശീയതലത്തിൽ തന്നെ കൽക്കരി ക്ഷാമവും ഉൽപാദനക്കുറവുമുള്ളതിനാൽ പവർ എക്സ്ചേഞ്ചിൽ യൂണിറ്റ് 1-ന് റെക്കോർഡ് വിലയാണ് ഈടാക്കുന്നത്. ഇത്രയും ഉയർന്ന വില നൽകി തത്സമയം വൈദ്യുതി വാങ്ങുന്നത് KCBയുടെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ തകർക്കും. എങ്കിലും ലോഡ് ഷെഡിംഗ് പോലുള്ള കടുത്ത നടപടികളിലേക്ക് പോകാതിരിക്കാൻ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ ബോർഡ് തുടരുകയാണ്. വരും ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം എത്രത്തോളം വേണമെന്നത് പൂർണ്ണമായും കാലാവസ്ഥയെ അനുസരിച്ചിരിക്കുമെന്നാണ് മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴ പെയ്ത് ഡാമുകളിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചാൽ മാത്രമേ താൽക്കാലികമായെങ്കിലും ഈ പ്രതിസന്ധിക്ക് ആശ്വാസമാകൂ. ഈ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങളും സർക്കാരിന്റെ തുടർ നടപടികളും നാളെ നിയമസഭയിൽ വ്യക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വൈദ്യുതി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന മറ്റ് രാഷ്ട്രീയ വിവാദ ചോദ്യങ്ങളിൽ നിന്നും മന്ത്രി സണ്ണി ജോസഫ് തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറായി ശേഷാദ്രി നാഥനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടി പറയാൻ മന്ത്രി തയ്യാറായില്ല. കൂടാതെ KPCC സ്ഥാപനത്തിൽ RSS പഠനശിബിരം നടന്നു എന്ന രീതിയിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെയും നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് മന്ത്രി സണ്ണി ജോസഫ് തന്റെ പ്രതികരണം അവസാനിപ്പിച്ചത്. ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് നിലവിൽ മുൻഗണന എന്ന സൂചനയാണ് മന്ത്രി നൽകുന്നത്. മഴ ചതിക്കുകയും ആഭ്യന്തര ഉൽപ്പാദനം നിലയ്ക്കുകയും ചെയ്തതോടെ വരും ദിവസങ്ങളിൽ കേരളം കൂടുതൽ കടുത്ത ഇരുട്ടിലേക്ക് നീങ്ങുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. പവർ എക്സ്ചേഞ്ചുകളിൽ വില കുതിച്ചുയരുമ്പോഴും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ വൻ തുക നൽകി വൈദ്യുതി വാങ്ങാൻ ബോർഡ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് എത്രനാൾ തുടരാനാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയിൽ നിന്നും താൽക്കാലികമായെങ്കിലും കരകയറാൻ ഇനി പ്രകൃതി കടിഞ്ഞ് മഴ നൽകുക മാത്രമാണ് ഏക പോംവഴി. ഏറ്റവും ആശ്വാസകരമായ കാര്യം സംസ്ഥാനത്ത് മഴ വീണ്ടും കനക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നത് മാത്രമാണ്.